Welcome to MrUnbox and Travel. This is Oppo Reno 7 Pro. This is ഏകദേശം ഖത്തറിൽ ഒരു മാസത്തിന് പുറത്തായി. പക്ഷേ ഞാൻ നാട്ടിലുള്ള സമയത്തായിരുന്നു ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോഴാണ് റിവ്യൂ യൂണിറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇത് ഗ്ലോബൽ വേർഷനാണ്, ഇന്ത്യൻ വേർഷൻ അല്ല. അതുകൊണ്ട് തന്നെ GCCയിലുള്ളവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ് അതുപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയിലേക്ക് കടക്കാം. Reno 7 Proയുടെ രണ്ട് റിവ്യൂ യൂണിറ്റ്സ് ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള പ്രൈം ഡിസ്ട്രിബ്യൂഷൻ അയച്ചിട്ടുണ്ട്. രണ്ട് കളേഴ്സ് ആണ്. എനിവേ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നത് നോക്കിയാൽ ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസ് ലഭിക്കുന്നുണ്ട്. Type A to Type C ചാർജിങ് കേബിളാണ് വരുന്നത്. 65 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്ററാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീടുള്ളത് നമ്മുടെ Oppo Reno 7 Pro 5G സ്മാർട്ട് ഫോൺ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിനകത്ത് ലഭിക്കുന്നത്. രണ്ട് കളേഴ്സിലാണ് Oppo Reno 7 Pro ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റാർ ട്രെയിൽസ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറും അതുപോലെ തന്നെ സ്റ്റാർലൈറ്റ് ബ്ലാക്ക് എന്ന കളറും. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റാർ ട്രെയിൽസ് ബ്ലൂ കളറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ കളറിൻ്റെ മറ്റൊരു പ്രത്യേകത, രണ്ട് ഫോണിലും ഗ്ലാസ് ആണ് പിറകിൽ മെറ്റീരിയൽ എങ്കിലും നമുക്ക് ഈ ഒരു ബ്ലൂവിൽ ഒരു അലൂമിനിയം പാറ്റേൺ ആയിട്ടാണ് ഫീൽ ചെയ്യുക. രണ്ട് കളേഴ്സിലും അതുപോലെ തന്നെ സ്മഡ്ജസോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ കളറാണ് ക്യാമറ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെറാമിക്കാണ് മെറ്റീരിയൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഈ ഒരു ക്യാമറ മൊഡ്യൂളിന് വരികയില്ല. ഒരു ബോക്സി ഡിസൈനാണ് നമുക്ക് കാണാൻ കഴിയുക. 7.5 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്, 180 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. വലിയ രീതിയിലുള്ളൊരു വെയിറ്റും കാര്യങ്ങളൊന്നും നമുക്കിതിൽ ഫീൽ ചെയ്യില്ല. റൈറ്റ് സൈഡിലാണ് നമുക്കിവിടെ ഒരു പവർ ബട്ടൺ കാണാൻ കഴിയുക. മുകൾ വശത്തൊരു എക്സ്റ്റേണൽ മൈക്ക്, ലെഫ്റ്റ് സൈഡിലാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള വോളിയം റാക്കേഴ്സ് ഉള്ളത്. താഴ്വശത്തായിട്ട് നമുക്കിവിടെ സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2 നാനോ സിം കാർഡാണ്, മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എക്സ്റ്റേണൽ മൈക്ക്, Type C ചാർജിങ് പോർട്ട്, സ്പീക്കറുകളിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. പിന്നീടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറയുടെ മൊഡ്യൂളിന് ചുറ്റുമായിട്ട് നമുക്കൊരു ബ്രീത്തിങ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്മൾ ചാർജൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഭംഗിയായിട്ടുള്ള ആ ലൈറ്റ്സ് നമുക്കിതിൽ കാണാൻ സാധിക്കും. ഓവറോൾ ഡിസൈനിൻ്റെ കാര്യം എടുത്താൽ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു Oppo Reno 7 Proയുടേത്. മീഡിയാടെക്കിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ ആയിട്ടുള്ള മീഡിയാടെക് Dimensity 1200 Max എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 5G പ്രൊസസ്സറാണ്. ഒക്ടാ കോറിൽ 3 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ്. അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടും ലാഗ് ഫ്രീ ആയിട്ടും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. GPUയുടെ കാര്യം എടുത്താൽ ARM G77 MC9 എന്ന് പറയുന്ന GPU ആണ് വരുന്നത്. ഗ്രാഫിക് പെർഫോമൻസും ഗെയിമിംഗ് പെർഫോമൻസൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരൊറ്റ മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 12GB 256GB. അതുകൂടാതെ തന്നെ 7GB വരെ റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ റോമിൽ നിന്നും റാം എക്സ്പാൻഷൻ ചെയ്യാൻ കൂടി ഈ ഒരു സ്മാർട്ട് ഫോണ് സാധിക്കുന്നതാണ്. കണക്ടിവിറ്റിയുടെ കാര്യം എടുത്താൽ പ്രൈമറി സിമ്മിൽ നമുക്ക് 5G നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രൈമറിയിലും സെക്കൻഡറിയിലും നമുക്കിതിൽ 4G LTE സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെത് 5.2 ആണ് വേർഷൻ വരുന്നത്. Wi-Fi 6 ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. NFC കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. Android 11 ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. Android 12ലേക്ക് അപ്ഗ്രേഡ് ലഭിക്കുന്നതാണ്. ColorOS വേർഷൻ വരുന്നത് 12 ആണ്. ഡിസ്പ്ലേയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. Full HD+ ആണ് റെസൊല്യൂഷൻ. 180 Hz ആണ് ഇതിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. 402 പിക്സൽ പെർ ഇഞ്ച് ആണ് ഡെൻസിറ്റി. അതുപോലെ തന്നെ 500 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് ലെവൽ. 920 നിറ്റ്സ് വരെ മാക്സിമം അത് പോവുകയും ചെയ്യും. ഈ ഒരു ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ്. 92.8% ആണ് ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ വ്യൂ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. വളരെ തിന്നായിട്ടുള്ള ബസലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾ വ്യൂ എക്സ്പീരിയൻസ് കിട്ടി ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ വൈസ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ഉൾപ്പെടുത്തിയ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു Reno 7 Pro 5G. ബാറ്ററിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 65 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജറാണ് ഈ ഒരു ബോക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം കമ്പനി പറയുന്നത് 31 മിനിറ്റ് ആണ്. ഏകദേശം ഒരു 35 മിനിറ്റ് കൊണ്ട് നമുക്ക് ചാർജ് ഫുൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ ഈ ഒരു 4-5 ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ
നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് തന്നെയാണ് നമുക്കിതിൽ കാണുന്നത്. വലിയ രീതിയിലുള്ള കൺസംഷനോ കാര്യങ്ങളൊന്നുമില്ല. ഹെവി യൂസർക്ക് ഏകദേശം ഒരു ദിവസം യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നോർമൽ യൂസർക്കാണെങ്കിൽ ഒരു 1.5 ദിവസത്തിനടുത്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സൗണ്ട് നോക്കാം. സ്പീക്കർ ക്വാളിറ്റിയെ കുറിച്ച് ചോദിച്ചാൽ നല്ല ബേസുള്ള ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റിയാണ് എനിക്കിതിൽ കേൾക്കാൻ സാധിച്ചത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. വളരെ ഫാസ്റ്റായിട്ടും ആക്യുറേറ്റ് ആയിട്ട് നമുക്കിതിൽ ഓപ്പൺ ആവുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്കിതിൽ ഫേസ് ലോക്കും ഡിറ്റക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റും അതുപോലെ തന്നെ GPUം ഒക്കെ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്കിതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രാഫിക് ക്വാളിറ്റി വെരി ഹൈയിലും ഫ്രെയിം റേറ്റ് മാക്സിമത്തിലാണ് ഞാൻ ഗെയിം കളിച്ചത്. എന്നിട്ടും പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ ഫ്രെയിം ഡ്രോപ്പോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. 30 മിനിറ്റിന് മുകളിൽ ഗെയിം കളിച്ചപ്പോൾ ഹീറ്റിംഗ് പോലുള്ള ഇഷ്യൂസ് നമ്മളിതിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് യാതൊരു തരത്തിലുള്ള ലാഗ് ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ ഗെയിം ഇതിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്താലും അത്യാവശ്യം നല്ല രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് എനിക്ക് ഈ ഒരു Oppo Reno 7 Pro 5G ഫീൽ ചെയ്തത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ 3 ക്യാമറയാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു കളർ ടെമ്പറേച്ചർ സെൻസർ കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കാണാൻ സാധിക്കും. 50 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസാണ് വരുന്നത്. സോണിയുടെ IMX766 എന്ന് പറയുന്ന സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ലെൻസ്, 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മാക്രോ ലെൻസ്. ഈ ഒരു 3 ക്യാമറയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ, എസ്പെഷ്യലി പ്രൈമറി ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ മിക്ക ഫോട്ടോസും നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. കളേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഒരു ഇത്തിരി വൈബ്രൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ അല്ലാത്ത കളേഴ്സ് ആയിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് മിക്ക സെനേരിയോസിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 50 മെഗാ പിക്സൽ മോഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും വളരെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റി നമുക്ക് നൽകുന്നുണ്ട്. HDR പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മിക്ക സമയത്തും നല്ല രീതിയിൽ തന്നെ HDR പെർഫോമൻസ് നൽകുന്ന ഫോട്ടോ ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ചില ഫോട്ടോസിലൊക്കെ നമുക്ക് ഒരു ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് HDR മോഡിൽ ലഭിച്ചിട്ടുണ്ട്. ഇനി പോർട്രേറ്റ് മോഡിൻ്റെ കാര്യം എടുത്താൽ സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈമറി ലെൻസിലാണ് ഈ ഒരു പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർട്രേറ്റ് മോഡിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിക്കും. ഇനി നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ സഹായവും കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട് മിക്ക സമയത്തും. അതേസമയം തന്നെ കംപ്ലീറ്റ് ഡാർക്ക് ആയിട്ടുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ലെവലിലുള്ളൊരു ക്യാമറ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിച്ചിട്ടുള്ളത്. ഇനി അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കളേഴ്സ് ഒരു ഇത്തിരി നാച്ചുറൽ അല്ലാത്ത രീതിയിലുള്ള കളർ ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു ഒക്കേ ലെവൽ പെർഫോമൻസ് ആണ് എനിക്ക് അൾട്രാ വൈഡ് ലെൻസിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. മാക്രോ ലെൻസിൻ്റെ കാര്യം എടുത്താൽ 2 മെഗാ പിക്സൽ സെൻസറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻസറിലുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. Oppo Reno 7 Proയുടെ ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡിലുള്ള വീഡിയോ ഫുട്ടേജാണ്. ഇതിലാണ് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടായിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെയാണ് എനിക്കിതിൽ കാണുന്നത്. കളേഴ്സും എടുത്താൽ ഒരു ഇത്തിരി കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഒരു കളർ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എങ്കിലും 4K ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടല്ല. എനിവേ ഇത്തരത്തിലാണ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റി കാണാൻ കഴിയുന്നത്. HDRും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്വാളിറ്റിയെ കുറിച്ചുള്ള അഭിപ്രായം? ആ ഒരു കാര്യം ഒന്ന് കമൻറ്റിൽ പറയുക. വീഡിയോ മോഡ്സിൽ നമുക്ക് കുറച്ച് ഫിൽറ്റേഴ്സ് കാണാൻ സാധിക്കും. AI കളർ പോർട്രേറ്റും അതുപോലെ തന്നെ ബൊക്കെ ഫ്ലെയർ പോർട്രേറ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ഫിൽറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ടുള്ള വീഡിയോസ്, അതായത് വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സെൽഫി ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സോണിയുടെ സെൻസർ ആയിട്ടുള്ള IMX709 ആദ്യമായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു Oppo Reno 7 Pro 5G എന്നത്. അപ്പോൾ ആ ഒരു സെൻസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോർമലി വരുന്ന സെൻസർ എന്ന് പറയുന്ന RGB സെൻസർ അല്ലെങ്കിൽ RGGB സെൻസർ ആണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത് RGBW സെൻസറാണ്. അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ, വൈറ്റ്. ഈ ഒരു വൈറ്റ് ഉള്ളതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 60% ലൈറ്റ് റിസീവ് ചെയ്യുകയും അതുപോലെ തന്നെ 35% നോയ്സ് റെഡ്യൂസ് ചെയ്യുന്നുള്ളൊരു ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിക്കുമെന്നതാണ് ഈ ഒരു സെൻസറിൻ്റെ ഒരു പ്രത്യേകത. സെൽഫി ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഡയലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ മിക്ക ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ ഷാർപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ആയിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
കളേഴ്സിൻ്റെ കാര്യം എടുത്താൽ നമുക്കറിയാം ആ ഒരു ഓപ്പോയുടെ ആ ഒരു കളർ പാറ്റേൺ തന്നെ നമുക്ക് ഇതിലും കാണാൻ സാധിക്കും. ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തിരി ബ്യൂട്ടിഫിക്കേഷൻ മോഡ് എന്നുള്ള രീതിയിലാണ് നമുക്ക് മിക്ക ഫോട്ടോസും ലഭിച്ചിട്ടുള്ളത്. HDR പെർഫോമൻസ് വളരെ നല്ല രീതിയിൽ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. നല്ല രീതിയിൽ തന്നെ HDR ഫോട്ടോസ് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോയുടെ കാര്യം എടുത്താൽ പോർട്രേറ്റും നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒബ്ജക്റ്റും തമ്മിലുള്ള സെപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും ഈ ഒരു സെൻസർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ സഹായം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ക്വാളിറ്റി നൈറ്റ് പെർഫോമൻസിൽ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ നിങ്ങളൊരു സെൽഫി ഫോട്ടോസ് കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഭംഗിയായിട്ടുള്ള സെൽഫി ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്യാമറ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. Oppo Reno 7 Proയുടെ സെൽഫി വീഡിയോ ആണ്. ഫുൾ എച്ച് ഡിയിൽ 30 frames/second ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഡൈനാമിക് റേഞ്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. കളേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഒരു ഇത്തിരി കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഒരു ഇത്തിരി സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ടുള്ള കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്റ്റെബിലിറ്റിയുടെ കാര്യം എടുത്താലും ഒരു ഓക്കെ ലെവൽ പെർഫോമൻസ് ആണ് എനിക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GB മെമ്മറി വരുന്നത് 2799 ഖത്തറിയാൽ, ഏകദേശം ഇന്ത്യയുടെ 56,000 രൂപയാണ് വരുന്നത്. അതുകൂടാതെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ പ്രൊമോഷനായിട്ട് കൊടുക്കുന്നത് ഒരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ നിങ്ങൾ മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഒരു ഫോൺ വാങ്ങുന്നതെങ്കിൽ ഒരുപക്ഷെ പ്രൈസിലും അതുപോലെ തന്നെ കൂടെ കൊടുക്കുന്ന പ്രൊഡക്റ്റിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ക്യാമറ പെർഫോമൻസ് കാണാം. എസ്പെഷ്യലി സെൽഫി ക്യാമറയുടെ ഒരു കാര്യത്തിൽ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, സ്റ്റീരിയോ സ്പീക്കർ ക്വാളിറ്റി നല്ലതാണ്, ബാറ്ററി ലൈഫ് നല്ലതാണ്. ഓവറോൾ പെർഫോമൻസ് വൈസ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇനി ചില പോരായ്മകളായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ക്യാമറയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തില്ല എന്നത്, വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇല്ല, IP റേറ്റിംഗ് മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, നിങ്ങളൊരു നല്ല രീതിയിലുള്ള ഒരു സെൽഫി ഫോട്ടോസ്, എസ്പെഷ്യലി കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സെൽഫി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, അതുപോലെ തന്നെ ലാഗ് ഫ്രീ ആയിട്ട് കുറച്ച് കാലം സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും, ഓപ്പോ മൊബൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു Oppo Reno 7 Pro 5G. Oppo Reno 7 Pro 5Gയുടെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ ഒന്ന് പറയുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ടെക് സംബന്ധമായിട്ടുള്ള അൺബോക്സിംഗ്, അതുപോലെ തന്നെ ഗാഡ്ജറ്റ് അൺബോക്സിംഗ്, ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, ടിപ്സൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.